ജയിൽ നോമിനേഷൻ ബി ഹൗസിനുള്ളിൽ നടക്കുകയാണ്. ജയിൽ നോമിനേഷനിൽ പലരും വന്ന് പല തരത്തിൽ പറയുന്നുണ്ട്. അതിലെടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് അനീഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും കൂടി, അതായത് ഷാനവാസ് വന്നു നിന്ന് പറയുന്നു, അനീഷ് ഒരു മിത്രമെന്ന ലേബൽ തന്നിട്ട് എൻ്റെ ഇവിടെ കയറി ഒട്ടിക്കാൻ നോക്കരുത് എന്ന തരത്തിൽ അനീഷിനെതിരെ ഷാനവാസ് സംസാരിക്കുന്നു. അപ്പോൾ അനീഷ് തിരിച്ചു പറയുന്നു, ഷാനവാസ് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എത്ര നാൾ മുന്നേ ഉള്ള കാര്യമാണ് ഈ വിളിച്ച് പറയുന്നത് എന്ന തരത്തിലൊക്കെ അനീഷ് പറയുന്നു. ഇത് കേട്ടിട്ട് ആദിലയ്ക്കും അവിടെ ഉള്ള ചിലർക്കൊന്നും പിടിക്കുന്നില്ല. അനീഷിനെ കയറി നല്ല രീതിയിൽ ചൊറിയുന്ന തരത്തിലോട്ടുള്ള വർത്തമാനങ്ങൾ ആദിലയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നു. അതായത് താൻ സംസാരിച്ചപ്പോഴത്തേക്കും ഒന്നും മിണ്ടിയില്ലല്ലോ, താൻ അവിടെ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യത്തോടു കൂടി അനീഷിനെതിരെ ആതിര സംസാരിക്കുന്നു. ജയിലിനുള്ളിലേക്ക് ആരാണ് പോകുന്നത്? അനീഷിന് വീണ്ടും ജയിലിൽ കയറേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ തോന്നുന്നൊരു കാര്യമെന്ന് പറയുന്നത്. കാരണം അനീഷ് ഇപ്പോൾ ചേർത്ത് ജയിലിൽ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുക. കഴിഞ്ഞ ആഴ്ചയും ജയിലിൽ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ചയും ജയിലിൽ പോകാനായിട്ടുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് ലൈവ് കണ്ട് തന്നെ മനസ്സിലാക്കാം. അനീഷിനൊപ്പം ഇനിയിപ്പോൾ അനീഷ് പോകുന്നുണ്ടെങ്കിൽ തന്നെയും അനീഷിനൊപ്പം ഇനിയിപ്പോൾ ഷാനവാസ് തന്നെ വീണ്ടും ജയിലിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ജയിൽ നോമിനേഷനിൽ അനീഷിനെതിരെ ഷാനവാസ് പറയുന്നുണ്ട്. ഇനി ഷാനവാസിനെതിരെ അനീഷ് പറയുമോ എന്നുള്ളതും ലൈവ് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കൂടുതൽ ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.